CPM പ്രതിനിധി കെ അനിൽകുമാർ നമുക്കും ചേരുന്നു. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, വെരി ഗുഡ് മോർണിംഗ് കെ അനിൽകുമാർ. 2019 നമ്മൾ 9.79% പലിശയ്ക്ക് RBIയുടെ അനുമതിയോടുകൂടി ഈ മസാല ബോണ്ട് പുറത്തിറക്കി ലിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിലൊരു ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും. എങ്ങനെ പ്രതികരിക്കുന്നു? എന്താണ് ഇപ്പൊ ഇത്രയും വൈകിയതൊരു സംശയം നമുക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടെ നേരത്തെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. RSS ആണെങ്കിൽ ദീർഘകാല അജണ്ടയുള്ളവരാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത്, അതെന്താണെന്നുള്ള കാര്യം BJP വിശദീകരിച്ചാൽ മതി. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കേരള വികസനത്തിന്റെ നട്ടെല്ല് കിബി എന്നുള്ളത് ഓരോ മലയാളിയും അംഗീകരിക്കും. ആ മാതൃക ഇന്ത്യ മുഴുവൻ പടർത്താനാണ് ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാന സർക്കാരുകൾ ആഗ്രഹിക്കുക. അതിന് കേരള സർക്കാർ നടത്തിയ പരിശ്രമത്തിന് ഇന്ത്യൻ റിസർവ് ബാങ്ക് ഭരണഘടനാ സ്ഥാപന അംഗീകാരം നൽകി. കേന്ദ്ര സർക്കാർ പോലെ തന്നെ ഭരണഘടനാ സ്ഥാപനമാണ് റിസർവ് ബാങ്ക്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പണമിടപാട് വിദേശത്ത് നടത്തണമെന്നുണ്ടെങ്കിൽ അനുവദിക്കേണ്ട സ്ഥാപനത്തിന്റെ പേര് റിസർവ് ബാങ്ക് എന്നാണ്. അവര് മസാല ബോണ്ടിന് റേറ്റിംഗ് നൽകി അംഗീകാരം നൽകുമ്പോൾ അതിലൂടെ ലഭ്യമാകുന്ന എന്താണ്? നമ്മുടെ കിബി എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിന് ധനകാര്യ സ്ഥാപനങ്ങൾ മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ വിശ്വാസ്യതയോടെ പണം നൽകും. ഇത് കിബി തന്നെ റിസർവ് ബാങ്ക് തന്നെ അംഗീകരിച്ച ഒരു സംവിധാനമാണ്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. രണ്ട്, ഈ മുഴുവൻ ട്രാൻസാക്ഷൻസും അക്കൗണ്ട് വഴിയാണ്. ഡോക്ടർ തോമസ് ഐസക്കോ മുഖ്യമന്ത്രിയോ ഏതെങ്കിലും വ്യക്തിപരമായ അക്കൗണ്ട് നടത്തിയിട്ടില്ലല്ലോ. മൂന്നാമത്തെ കാര്യം, ഈ പണം പലിശ സഹിതം കിബി തിരിച്ചടച്ചു. ഇങ്ങനെ പലിശ സഹിതം തിരിച്ചടച്ചൊരു ഒരു ഇടപാടിനെ കുറിച്ച് എന്തന്വേഷിക്കാനാണ്? അല്ല, അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഫെമ ചട്ടലംഘനത്തിൽ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ ED ഒരു നോട്ടീസ് നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത് കൃത്യമായും അതിലൊരു ഫെമ വയലേഷൻ ഉണ്ട് എന്നുള്ളത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. കനേഡിയൻ കമ്പനി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിക്കാണ് ഇതിന്റെ ലാഭം കിട്ടിയിരിക്കുന്നത്. 9.79% കൊള്ളപ്പലിശയ്ക്ക് വാങ്ങേണ്ട സാഹചര്യം എന്തായിരുന്നു? നമ്മുടെ നാട്ടിൽ അതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ലേ എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത്. അതെ, ഈ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ അല്പബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റേഷൻ കാർഡിന്റെ വിവരങ്ങൾ മുഴുവൻ ചോർത്തിക്കൊണ്ടുപോയി, ഡാറ്റ ചോർത്തിക്കൊണ്ടുപോയി എന്നൊക്കെ പത്രസമ്മേളനം നടത്തുവരാം. പിറ്റേ ദിവസം പൊട്ട് പറയുകയാണെന്ന് മനോരമ കണ്ടിട്ട് പറഞ്ഞു തന്നു. ഇതാണ് പ്രതിപക്ഷ നേതാക്കളുടെ നിലവാരമുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ കേരളത്തിന് താങ്ങാനാകുമോ? ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെന്തെങ്കിലും അടിസ്ഥാനപരമായി എന്താ ഫെമ? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം നിങ്ങൾ ഒരു പണമിടപാട് നടത്തുമ്പോൾ ഇവിടുത്തെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളെ അറിയിച്ചിരിക്കണം. അതല്ലേ റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിന് കൃത്യമായിട്ടും CRDക്കും കൃത്യമായിട്ടും നമ്മുടെ കിബി അതിന്റെ രേഖകൾ സമർപ്പിച്ചിട്ടുള്ളതല്ലേ? അത് നിയമസഭയുടെ മുന്നാകെ വന്നതല്ലേ? ഈ മസാല ബോണ്ടിന്റെ മുഴുവൻ ട്രാൻസാക്ഷന്റെ അക്കൗണ്ട്സും റിസർവ് ബാങ്കിന് സമർപ്പിച്ചു. ആ സമർപ്പിച്ച പ്രകാരം കൊല്ലങ്ങൾക്ക് മുമ്പ് റിസർവ് ബാങ്കിന് അയച്ചു കൊടുത്ത കടലാസിൽ എന്ത് സമാലംഘനം! മാത്രമല്ല, RBI തന്നെ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ അംഗീകാരം കൊടുത്തിട്ടുള്ളതാണ്. ഡോക്ടർ തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്ന കേസിനകത്ത് RBI തന്നെ വ്യക്തമാക്കി, ഞങ്ങൾ അംഗീകാരം കൊടുത്ത കാര്യമാണ്. അംഗീകാരം കൊടുത്ത അതോറിറ്റി RBI ആണ്. RBI അംഗീകാരം കൊടുത്ത കാര്യത്തിൽ എന്താണ് EDക്ക് കാര്യം? EDയുടെ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. നോട്ടീസ് കൊടുത്തത് ശനിയാഴ്ചയാണ്. നേരിട്ടോ പ്രതിനിധി മൂലമോ മറുപടി നൽകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അനിൽകുമാർ, അതെ. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഇക്കാര്യത്തിലെ മറുപടി നൽകിക്കഴിഞ്ഞു. എന്താണ് മറുപടി? മസാല ബോണ്ട് സ്വീകരിച്ചത് അക്കൗണ്ട് വഴിയാണ്. ആ അക്കൗണ്ട് മുഴുവൻ ട്രാൻസാക്ഷനും ED അല്ല, RBI നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ED ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ CEO കൃത്യമായിട്ടും ശ്രീ എബ്രഹാം സാറ് അത് EDക്ക് പോയി കൃത്യമായിട്ട് കൈമാറിയിട്ടുണ്ട്. കിബി CEO അത് കൈമാറി കഴിഞ്ഞതാണ് കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇനി എന്താണ് കൈമാറേണ്ടത്? ഏത് രേഖയാണ് ആവശ്യപ്പെടുന്നത്? ഏത് വിവരമാണ് ആവശ്യപ്പെടുന്നത്? കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇല്ലാത്ത ഏത് വിവരമാണ്? നിയമസഭയിൽ വെച്ച രേഖയാണ് ആവശ്യപ്പെടുന്നത്. അത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഈ കണക്കുകൾ പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ തോമസ് ഐസക്കിന് ഒരു സമൻസ് അയച്ചിട്ട് അദ്ദേഹത്തെ വിളിപ്പിക്കാൻ കഴിഞ്ഞില്ല EDക്ക്. കേരള ചരിത്രത്തിൽ, ഇന്ത്യ ചരിത്രത്തിൽ EDക്ക് ഒരാൾക്ക് സമൻസ് അയച്ചിട്ട് ആ വ്യക്തിയെ വിളിപ്പിക്കാൻ കഴിയാത്ത കേസാണിത്. ഡോക്ടർ തോമസ് ഐസക്കിനെ വിളിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗൗരവത്തിൽ കാണുന്നത് മാത്രമല്ല, ഈ EDയുടെ
ED ഉപയോഗിച്ചുകൊണ്ടുള്ള BJP-യുടെ രാഷ്ട്രീയ നീക്കം എന്ന മട്ടിലായിരിക്കുമോ ഇനി അതിനെ പ്രതിരോധിക്കുക? അല്ലല്ല, അത് പുതിയൊരു പ്രതിരോധം വേണ്ട. എന്തായാലും കോൺഗ്രസ്സുകാരിപ്പം രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ടല്ലോ. ഇന്നലെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമുള്ള അവാർഡ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. പുതിയ കേസെടുത്തിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല രാവിലെ ചാടിപ്പുറപ്പെടുമ്പോ ഇന്നലെ സോണിയാഗാന്ധിക്കും അതുപോലെ രാഹുൽ ഗാന്ധിക്കുള്ള പുതിയ കേസ് ഡൽഹിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസാണ് ആ കേസ് എടുത്തിരിക്കുന്നത്. ഇത് ED ആണ്. അതെ, ഇതെല്ലാം ഒരേ നെറ്റിൽ വിരിയുന്ന പൂക്കളല്ലേ? താമരപ്പൂ ഓരോ നെറ്റിലും ഓരോന്ന് വിരിഞ്ഞുകൊണ്ടിരിക്കില്ലേ? ഇതൊക്കെ വല്ല വ്യത്യാസമുണ്ടോ? ഇതെല്ലാം മോദിയുടെ പടയാളികളല്ലേ, ഉപകീചകന്മാരല്ലേ? ശരി, ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഉപകീചകന്മാർ മാത്രമാണ്. ഇവയൊക്കെ നേരിടാനുള്ള ശേഷി കേരളത്തിനുണ്ട്. ഇത് കേരളത്തിനെതിരായ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകക്ഷിയുടെ യുദ്ധമാണ്. ആ യുദ്ധത്തെ കേരളം നേരിടും, പരാജയപ്പെടുത്തും. ഓക്കെ, താങ്ക് യു. ശ്രീ അനിൽകുമാറാണ് പ്രതികരിച്ചത്. CPM പ്രതിനിധി.